ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റബിൾ GD എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീക്കിൽ കോൺസ്റ്റബിൾ GD എക്സാമിൻ്റെ GK അനാലിസിസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. GKയിൽ വന്ന ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷനും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ GK അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ വീക്കിലെ GKയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: Psychom മീരാബായ് ചാനു ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഗെയിം? മീരാബായ് ചാനു ഏത് ഗെയിമുമായിട്ട് അസോസിയേറ്റ് ചെയ്ത വ്യക്തിയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം അല്ലേ, മീരാബായ് ചാനുവിനെ നമുക്കറിയുന്നതാണ്. 2014 കോമൺവെൽത്ത് ഗെയിംസിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ട പേരാണ് ഏത്? മീരാബായ് ചാനു. അപ്പോൾ മീരാബായ് ചാനു ഏത് ഗെയിമുമായിട്ട് അസോസിയേറ്റഡ് ആണ്? മീരാബായ് ചാനു വെയ്റ്റ് ലിഫ്റ്റിങ്ങുമായിട്ട് അസോസിയേറ്റഡ് ആണ് അല്ലേ. മീരാബായ് ചാനു ഈസ് അസോസിയേറ്റഡ് വിത്ത് വെയ്റ്റ് ലിഫ്റ്റിംഗ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് നോൺ മെറ്റൽ എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് അറ്റ് നോർമൽ ടെമ്പറേച്ചർ? ക്വസ്റ്റ്യൻ എന്താണ്? ഏത് നോൺ മെറ്റലാണ് നോൺ മെറ്റലാണ് ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്നത്? എപ്പോൾ? നോർമൽ ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്നത്. നോർമൽ ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്ന നോൺ മെറ്റൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ബ്രോമൈൻ ആണല്ലേ. ബ്രോമിയൻ ആണ് ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്നത്. നോർമൽ ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്ന നോൺ മെറ്റലാണ് ഇത്? ബ്രോമിൻ. അപ്പോൾ പറഞ്ഞേ, ഏതായിരിക്കും ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്ന മെറ്റൽ? നോർമൽ ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്ന മെറ്റൽ ഏതാണ്? നമുക്കറിയാം അല്ലേ, നമുക്കറിയുന്നതാണ്. ഏതാണ്? മെർക്കുറിയാണ് അല്ലേ. മെർക്കുറിയാണ് ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്ന മെറ്റൽ അല്ലേ. അപ്പോൾ പറയൂ, നോർമൽ ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്ന മെറ്റൽ ഏതാണ്? മെർക്കുറിയാണ്. അതേസമയം നോർമൽ ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്ന നോൺ മെറ്റൽ ഏതാണ്? ബ്രോമൈൻ ആണല്ലേ. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് വേദ? ഏറ്റവും ഓൾഡസ്റ്റ് വേദ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ഓൾഡസ്റ്റ് വേദ എന്ന് പറയുന്നത്? ഋഗ്വേദയാണ് അല്ലേ. ഋഗ്വേദയാണ് ഓൾഡസ്റ്റ് വേദ. ഋഗ്വേദയിൽ നമുക്കറിയാം 1028 ഹിംസ് ഉണ്ട് അല്ലേ. 1028 ഹിംസ് ഉണ്ട്. അതുപോലെ തന്നെ 10 മണ്ഡലാസ് ഉണ്ട് അല്ലേ. 10 മണ്ഡലാസ് ഉണ്ട് അല്ലേ. അതുപോലെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? 10ാമത്തെ മണ്ഡലത്തിലാണ് എന്തുള്ളത്? 10ാമത്തെ മണ്ഡലത്തിലാണ് എന്തുള്ളത്? പുരുഷ സൂക്തയുള്ളത് അല്ലേ. പുരുഷ സൂക്തയുള്ളത്. പുരുഷ സൂക്തയിലാണ് എന്ത് പറയുന്നത്? കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച് പറയുന്നത് അല്ലേ. കാസ്റ്റ് സിസ്റ്റം. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു നോക്കിയേ. നമ്മൾ ഓൾഡസ്റ്റ് വേദയാണ് ഏത്? ഋഗ്വേദ. ഋഗ്വേദയിൽ 1028 ഹിംസ് ഉണ്ട്. അതുപോലെ തന്നെ എത്ര മണ്ഡലങ്ങളുണ്ട്? 10 മണ്ഡലങ്ങളുണ്ട്. അതുപോലെ 10ാമത്തെ മണ്ഡലത്തിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുള്ളത്. 10ാമത്തെ മണ്ഡലത്തിൽ എന്താണുള്ളത്? പുരുഷ സൂക്തയുണ്ട് അല്ലേ. 10ാമത്തെ മണ്ഡലത്തിൽ പുരുഷ സൂക്തയുണ്ട്. ആ പുരുഷ സൂക്തയിലാണ് എന്ത് പറയുന്നത്? കാസ്റ്റ് സിസ്റ്റത്തെക്കുറിച്ച് പറയുന്നത് അല്ലേ. പുരുഷ സൂക്തയിലാണ് കാസ്റ്റ് സിസ്റ്റത്തെക്കുറിച്ച് പറയുന്നത്. ബാക്കിയുള്ള വേദകൾ നമുക്കറിയാലോ അല്ലേ. സാമവേദ, യജുർവേദ, ബാക്കിയുള്ള വേദാസൊക്കെ നമുക്കറിയുന്നതാണ്. അപ്പോൾ ഓൾഡസ്റ്റ് വേദയാണ് അതിൽ ഋഗ്വേദ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മഹാരാഷ്ട്ര CM പ്രസൻറ്റഡ് ഗവൺമെൻറ്റ്സ് ഫസ്റ്റ് ഉദ്യോഗ് രത്ന അവാർഡ് ടു ഡാഷ്. അതായത് മഹാരാഷ്ട്രയിലെ CM എന്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്? ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ഉദ്യോഗ് രത്ന അവാർഡ് കൊടുത്തിട്ടുണ്ട്. ആർക്കാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ആർക്കാണ് സമ്മാനിച്ചിട്ടുള്ളത്? അപ്പോൾ മഹാരാഷ്ട്ര CMൻ്റെ ആദ്യത്തെ ഉദ്യോഗ് രത്ന അവാർഡ് ആർക്കാണ് സമ്മാനിച്ചിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ആർക്കാണ് സമ്മാനിച്ചിട്ടുള്ളത്? രത്തൻ ടാറ്റ അല്ലേ. രത്തൻ ടാറ്റയ്ക്കാണ് മഹാരാഷ്ട്രയിലെ ഫസ്റ്റ് ഉദ്യോഗ് രത്ന അവാർഡ് സമ്മാനിച്ചിട്ടുള്ളത്. ആരാണ് സമ്മാനിച്ചത്? മഹാരാഷ്ട്രയിലെ CM ആണ് സമ്മാനിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. According to the 2011 census, which state has the minimum sex ratio?
നമ്മുടെ 2011 സെൻസസ് പ്രകാരം ഏത് സ്റ്റേറ്റിനാണ് മിനിമം സെക്സ് റേഷ്യോ ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. മിനിമം സെക്സ് റേഷ്യോ ഉള്ള സ്റ്റേറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. മിനിമം സെക്സ് റേഷ്യോ ഉള്ള സ്റ്റേറ്റ് ഏതാണ്? ഹരിയാനയാണ് അല്ലേ? മിനിമം സെക്സ് റേഷ്യോ ഉള്ള സ്റ്റേറ്റ് ഹരിയാനയാണ്. അപ്പോൾ ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള സ്റ്റേറ്റ് ഏതായിരിക്കും? ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള സ്റ്റേറ്റ് ഏതായിരിക്കും? കേരള ആണല്ലേ. നമ്മുടെ കേരളമാണ് ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള സ്റ്റേറ്റ് അല്ലേ. എത്രയാണ് സെക്സ് റേഷ്യോ വരുന്നത്? 1048 ഫീമെയിൽസിന് 1000 മെയിൽസ് അല്ലേ. ഇതാണ് സെക്സ് റേഷ്യോ വരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? 2011 സെൻസസ് പ്രകാരം ഏറ്റവും ലോവസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ളത് ഹരിയാനയ്ക്കും ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ളത് നമ്മുടെ കേരളത്തിനുമാണ്. കേരളത്തിൻ്റെ സെക്സ് റേഷ്യോ ആണെന്ത്? 1048 ഫീമെയിൽസിന് 1000 മെയിൽസ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡയറക്റ്റ് ചേഞ്ച് ഫ്രം ഗ്യാസ് ടു സോളിഡ് വിത്തൗട്ട് ചേഞ്ചിങ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ് ഈസ് കോൾഡ് ഡാഷ്. അതായത് ഡയറക്റ്റ് ചേഞ്ച് ആണ്. എന്തിൽ നിന്ന് എന്തിലേക്കാണ് ഡയറക്റ്റ് ചേഞ്ച്? ഗ്യാസിൽ നിന്നും സോളിഡിലേക്കാണ് ഡയറക്റ്റ് ചേഞ്ച്. അതെന്താവുന്നില്ല? ലിക്വിഡ് ആവുന്നില്ല. അപ്പോൾ ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ശ്രദ്ധിച്ചേ, ഗ്യാസിൽ നിന്ന് എന്താവുന്നു? ഡയറക്റ്റ് സോളിഡ് ആവുന്നു അല്ലേ. ഗ്യാസിൽ നിന്ന് ഡയറക്റ്റ് സോളിഡ് ആവുന്നു. എന്താവുന്നില്ല? ലിക്വിഡ് ആവുന്നില്ല അല്ലേ. ലിക്വിഡ് ആവുന്നില്ല. അപ്പോൾ ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഗ്യാസിൽ നിന്നും സോളിഡ് ആവുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഡെപ്പോസിഷൻ ആണല്ലേ. ഗ്യാസിൽ നിന്ന് സോളിഡ് ആവുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഡെപ്പോസിഷൻ. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ? സോളിഡിൽ നിന്ന് നോക്കൂ, സോളിഡിൽ നിന്ന് ഗ്യാസ് ആവുകയാണെങ്കിൽ ആ പ്രോസസ്സിന്, അതായത് സോളിഡിൽ നിന്ന് ഗ്യാസ് ആവുന്നുണ്ട്, എന്താവുന്നില്ല? ലിക്വിഡ് ആവുന്നില്ല കേട്ടോ. സോളിഡിൽ നിന്ന് ഗ്യാസ് ആവുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ലിക്വിഡ് ആവുന്നില്ല. അപ്പോൾ സോളിഡിൽ നിന്ന് ഗ്യാസ് ആവുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരെന്താണ്? സബ്ലിമേഷൻ. കിട്ടിയോ? അപ്പോൾ ഗ്യാസിൽ നിന്ന് സോളിഡ് ആവുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരേതാണ്? ഡിപ്പോസിഷനും. സോളിഡിൽ നിന്ന് ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേര് സബ്ലിമേഷൻ എന്നുമാണ്. ഈ രണ്ട് പ്രോസസ്സിലും എന്താവുന്നില്ല? ലിക്വിഡ് ആവുന്നില്ല. ശ്രദ്ധിക്കണം കേട്ടോ, കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള പാർട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാധാ ശ്രീധർ വൺ ദ സംഗീത് നാടക അക്കാഡമി അവാർഡ് ഇൻ 2018 ഇൻ ഡാഷ്. അപ്പോൾ ഒരു ഡാൻസറായിട്ടുള്ള രാധാ ശ്രീധറിന് ഏത് അവാർഡ് ലഭിച്ചിട്ടുണ്ട്? സംഗീത നാടക അക്കാഡമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ലഭിച്ചത്? 2018 ലഭിച്ചത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഏത് ഡാൻസിലെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് ലഭിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ രാധാ ശ്രീധറിന് സംഗീത അക്കാഡമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ലഭിച്ചത്? 2018 ലഭിച്ചത്. അപ്പോൾ ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റഡ് ആണ് അവർ? ഭരതനാട്യവുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ. ഭരതനാട്യത്തിലെ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് അവർക്ക് സംഗീത നാടക അക്കാഡമി അവാർഡ് ലഭിച്ചത്. അപ്പോൾ പറയൂ, ഭരതനാട്യം ഏത് സ്റ്റേറ്റിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്? ഭരതനാട്യം തമിഴ്നാടുവിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്. അതുപോലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ഡാൻസ് ഫോമും ഏതാണ്? ഭരതനാട്യം ആണല്ലേ. ഏറ്റവും ഓൾഡസ്റ്റ് ഡാൻസ് ഫോമും ഏതാണ്? നമ്മുടെ ഭരതനാട്യമാണ്. അപ്പോൾ ഭരതനാട്യത്തിലെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് രാധാ ശ്രീധറിന് സംഗീത് നാടക അക്കാഡമി അവാർഡ് ലഭിച്ചത്. എപ്പോഴാണ്? 2018. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ വാസ് ദ റൂളർ ഓഫ് മൈസൂർ ഇൻ 1761? 1761 മൈസൂരിൻ്റെ റൂളർ ആരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. മൈസൂരിൻ്റെ റൂളർ ആരായിരുന്നു? ഹൈദരാലി ആയിരുന്നു അല്ലേ. ഹൈദരാലി ആയിരുന്നു മൈസൂരിൻ്റെ റൂളർ. നമുക്കറിയാം ഹൈദരാലി ആരുടെ ഫാദറാണ്? ടിപ്പു സുൽത്താൻ്റെ ഫാദറാണ് അല്ലേ. ടിപ്പു സുൽത്താൻ്റെ ഫാദറാണ് ആര്? ഹൈദരാലി. ആ ഹൈദരാലി ആയിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത് എപ്പോൾ? 1761 ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്,
The concept of minimum support price for crops was announced for the first time by the government of India after the dash. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് അല്ലേ ഫേസ്റ്റ് ടൈമായിട്ട് ഒരു കൺസെപ്റ്റ് അനൗൺസ് ചെയ്യാണ്. ആ കൺസെപ്റ്റിൻ്റെ പേരെന്താണ്? ആ കൺസെപ്റ്റിൻ്റെ പേരാണ് മിനിമം സപ്പോർട്ട് പ്രൈസ്, MSP. എന്തിനു വേണ്ടിയിട്ടാണ്? ക്രോപ്സിന് വേണ്ടിയിട്ടാണ്. അത് എന്തുമായി റിലേറ്റഡ് ആയിട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റ് എന്താണ്? MSP എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്. മിനിമം സപ്പോർട്ട് പ്രൈസ്, മിനിമമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രൈസ്. എന്തിൻ്റെ മിനിമം സപ്പോർട്ട് പ്രൈസാണ്? ക്രോപ്സിൻ്റെ മിനിമം സപ്പോർട്ട് പ്രൈസാണ്. ഓക്കെ, ക്രോപ്സിനുള്ള മിനിമം സപ്പോർട്ട് പ്രൈസാണ് പറയുന്നത്. അപ്പോൾ അത് എന്ത് വന്നതോടു കൂടെയാണ് ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് വന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്ത് കൊണ്ടുവന്നതിലൂടെയാണ് ഈ മിനിമം സപ്പോർട്ട് പ്രൈസും കൊണ്ടുവന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് വന്നതിലോടുകൂടെയാണ്? ഗ്രീൻ റവല്യൂഷൻ വന്ന സമയത്ത്, ഗ്രീൻ റവല്യൂഷൻ വന്നതോടുകൂടെ എന്ത് വന്നു? ഗ്രീൻ റവല്യൂഷൻ വന്നതിന് ശേഷം എന്ത് വന്നു? MSP വന്നു. ക്രോപ്സിന് വേണ്ടിയിട്ടുള്ള MSP വന്നു. ക്രോപ്സിന് വേണ്ടിയിട്ടുള്ള മിനിമം സപ്പോർട്ട് പ്രൈസ് വന്നു. നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ വന്നതോടുകൂടെയാണ് എന്ത് വന്നത്? നമ്മുടെ MSP വന്നത്, മിനിമം സപ്പോർട്ട് പ്രൈസ് വന്നത്, ആദ്യമായിട്ട് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്തത്. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിറ്റമിൻ ഇ ഈസ് ഓൾസോ കോൾഡ് ഡാഷ്. വിറ്റമിൻ ഇനെ വേറെ പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. വിറ്റമിൻ ഇയുടെ വേറെ പേര് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. വിറ്റമിൻ ഇയുടെ വേറെ പേരെന്താണ്? ടോക്കോഫിറോൾ. വിറ്റമിൻ ഇയുടെ വേറെ പേരെന്താണ്? ടോക്കോഫിറോൾ. അപ്പോൾ പറഞ്ഞേ, വാട്ടർ സോളുബിൾ വിറ്റമിൻസ് ഏതൊക്കെയാണ്? വാട്ടർ സോള്യൂബിൾ വിറ്റമിൻസ് ഏതൊക്കെയാണ്? വാട്ടർ സോളുബിൾ വിറ്റമിൻസ് ഏതൊക്കെയാണ്? ബി ആൻഡ് സി ആണല്ലേ. ബി ആൻഡ് സി ആണ് എന്ത്? വാട്ടർ സോളുബിൾ വിറ്റമിൻസ്. അപ്പോൾ പറഞ്ഞേ, ഫാറ്റ് സോളുബിൾ വിറ്റമിൻസ്. ഫാറ്റ് സോളുബിൾ വിറ്റമിൻസ് ഏതൊക്കെയാണ്? ഫാറ്റ് സോളുബിൾ വിറ്റമിൻസ് ഏതൊക്കെയാണ്? എ ഉണ്ട്, പിന്നെ ബി ഇല്ല, സി ഇല്ല, ഡി ഉണ്ട്, ഇ ഉണ്ട്, പിന്നെ കെ ഉണ്ട് അല്ലേ. ബാക്കിയുള്ള വിറ്റമിൻസ് എന്താണ്? എ, ഡി, ഇ, കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ വിറ്റമിൻ ഇയുടെ വേറെ പേരെന്താണ്? ടോക്കോഫിറോൾ ആണ്. വാട്ടർ സോളബിൾ വിറ്റമിൻസ് ഏതൊക്കെയാണ്? ബിയും സിയുമാണ്. ഫാറ്റ് സോളബിൾ വിറ്റമിൻസ് ഏതാണ്? എ, ഡി, ഇ, കെ ആണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Articles 25 to 28 of the Indian Constitution deals with dash. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾസ് ആണ് ഏത്? ആർട്ടിക്കിൾസ് 25 തൊട്ട് 28 വരെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തുമായിട്ട് ഡീല് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ എന്തുമായിട്ട് ഡീല് ചെയ്യുന്നു? ഫ്രീഡം ഓഫ് റിലീജിയനുമായിട്ട് ഡീല് ചെയ്യുന്നു അല്ലേ. റിലീജിയൻ്റെ ഫ്രീഡവുമായിട്ട് ഡീല് ചെയ്യുന്ന ആർട്ടിക്കിൾസ് ആണ് ഏത്? ആർട്ടിക്കിൾസ് 25 തൊട്ട് 28 വരെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആ ആർട്ടിക്കിൾ എന്താണ് പറയുന്നത്? പ്രൊഹിബിഷൻ അല്ലേ. പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യക്കടത്തിന് എന്ത് ചെയ്യുന്നു? പ്രൊഹിബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ വേറൊരു സാധനത്തിനെയും പ്രൊഹിബിറ്റ് ചെയ്യുന്നു. എന്തിനെയാണ്? ഫോഴ്സ്ഡ് ലേബറിനെയും പ്രൊഹിബിറ്റ് ചെയ്യുന്നു അല്ലേ. ഫോഴ്സ് ചെയ്ത ഒരാളെ ലേബർ ചെയ്യിക്കാനും പ്രൊഹിബിറ്റ് ചെയ്യുന്നു. അപ്പോൾ പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഈ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ട്രാഫിക്കിങ്ങും അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ലേബറും പ്രൊഹിബിറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ആർട്ടിക്കിളാണ്? 23. ആർട്ടിക്കിൾ 23 പ്രൊഹിബിറ്റ് ചെയ്യുന്നത്. എന്താണ് പ്രൊഹിബിറ്റ് ചെയ്യുന്നത്? ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. അപ്പോൾ ആർട്ടിക്കിൾ 24 എന്താണെന്ന് പറയൂ?
ആർട്ടിക്കിൾ 23 നമ്മൾ പറഞ്ഞു പ്രൊഹിബിഷനാണ്. എന്തിൻ്റെ പ്രൊഹിബിഷൻ? ട്രാഫിക് ഹ്യൂമൻ ബീയിങ്സിൻ്റെ മനുഷ്യക്കടത്തിനുള്ള പ്രൊഹിബിഷനും അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ലേബറിനുള്ള പ്രൊഹിബിഷനും. അപ്പോൾ 24 എന്തായിരിക്കും? 24 ഒരു പ്രൊഹിബിഷനാണ്. എന്തിനുള്ള പ്രൊഹിബിഷനാണ്? 24 ഒരു പ്രൊഹിബിഷനാണ്. എന്തിനുള്ള പ്രൊഹിബിഷനാണ്? ചൈൽഡ് ലേബർ. ചൈൽഡ് ലേബർ അല്ലേ? ചൈൽഡ് ലേബറിൻ്റെ പ്രൊഹിബിഷനാണ് ഏത്? ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 23 ആണെങ്കിൽ ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സിനും അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ലേബറിൻ്റെയും പ്രൊഹിബിഷനാണ്. നമുക്കിനിയപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഭാരത് രത്ന വിന്നർ ഭൂപൻ ഹസാരിക ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീൽഡ്? അതായത് ഭാരത് രത്ന വിന്നറാണ് ആര്? ഭൂപൻ ഹസാരിക. അദ്ദേഹം ഏത് ഫീൽഡുമായി റിലേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പറഞ്ഞേ, ഭാരത് രത്ന വിന്നർ ഭൂപൻ ഹസാരിക ഏത് ഫീൽഡുമായി റിലേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്? അദ്ദേഹം ആർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. ആർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഭൂപൻ ഹസാരിക. അദ്ദേഹത്തിനാണ് എന്ത് ലഭിച്ചത്? ഭാരത് രത്ന ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഫ്രം വിച്ച് കൺട്രി ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ് ദ പ്രൊവിൻഷൻ ഓഫ് വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ? നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? നമ്മുടെ വേൾഡിലെ തന്നെ ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? വേൾഡിലെ തന്നെ ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മൾ ഒരുപാട് കൺട്രീസിൽ നിന്ന് ബോറോ ചെയ്തതാണ് അല്ലേ? നമ്മൾ ഒരുപാട് കൺട്രീസിൽ നിന്ന് ബോറോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡൻറ്റ് ഏത് കൺട്രിയിൽ നിന്ന് ബോറോ ചെയ്തതാണ്? നമ്മുടെ പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് ഏത് കൺട്രിയിൽ നിന്നും ബോറോ ചെയ്തതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് കൺട്രിയിൽ നിന്നാണ് ബോറോ ചെയ്തത്? US-ൽ നിന്നാണ് അല്ലേ? US-ൽ നിന്നാണ് നമ്മൾ എന്ത് ബോറോ ചെയ്തത്? പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബോറോ ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് ഡിലീറ്റഡ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബൈ വിച്ച് ഓഫ് ദ അമെൻമെൻറ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നമുക്കറിയാം നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആദ്യം എന്ത് റൈറ്റ് ആയിരുന്നു? ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു അല്ലേ? ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. അത് പിന്നീട് എന്ത് റൈറ്റ് ആക്കി? ലീഗൽ റൈറ്റ് ആക്കി അല്ലേ? ലീഗൽ റൈറ്റ് ആക്കി. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് അത് ലീഗൽ റൈറ്റ് ആക്കിയത്? 300A പ്രകാരമാണത് ലീഗൽ റൈറ്റ് ആക്കിയത് അല്ലേ? അപ്പോൾ അത് ഏത് അമെൻമെൻറ്റ് വഴിയാണ് അതൊരു ലീഗൽ റൈറ്റ് ആക്കിയത്? നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്ന് മാറ്റിയത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തത് ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ്? 44ാമത്തെ അമെൻമെൻറ്റ് പ്രകാരമാണ്. 44ാമത്തെ അമെൻമെൻറ്റ് എപ്പോഴാണ്? 44th അമെൻമെൻറ്റ് എപ്പോഴാണ്? 1978-ലാണ് അല്ലേ? 1978-ലാണ് 44th അമെൻമെൻറ്റ്. അതുവഴിയാണ് എന്ത് ഡിലീറ്റ് ചെയ്തത്? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്ന് എന്തായി? ഒരു ലീഗൽ റൈറ്റായി. ഏത് ആർട്ടിക്കിൾ വഴിയാണ്? 300A പ്രകാരമാണ് അല്ലേ? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്? 300Aയിലാണ് വരുന്നത്. അപ്പോൾ ഏത് അമെൻമെൻറ്റ് വഴിയാണ് ഡിലീറ്റ് ചെയ്തത്? 44ാമത്തെ അമെൻമെൻറ്റ് 1978. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൽബേലിയ ഈസ് എ ഫേമസ് ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? കൽബേലിയ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലെ ഫേമസ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. കൽബേലിയ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലെ ഫേമസ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ആണ്? രാജസ്ഥാൻ. അപ്പോൾ രാജസ്ഥാനിലെ ഫേമസ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ആണ് ഏത്? കൽബേലിയ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ പവർ ഓഫ് ദ പാർലമെൻറ്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ പ്രൊസീജിയർ ഫോർ ദ സെയിം? നമുക്കറിയാം നമ്മുടെ പാർലമെൻറ്റിന് എന്തിനുള്ള പവറുണ്ട്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള പവറുണ്ട്. അപ്പോൾ അത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ആ പവർ എന്നാണ് നമ്മുടെ ചോദ്യം. ശ്രദ്ധിക്കൂ,
നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ആർട്ടിക്കിളാണ് എന്തുമായി ഡീൽ ചെയ്യുന്നത്? പവർ ഓഫ് ദ പാർലമെൻറ്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഡീൽ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ആർട്ടിക്കിൾ 368 ആണ് എന്തുമായിട്ട് ഡീൽ ചെയ്യുന്നത്? നമ്മുടെ പാർലമെൻറ്റിൻ്റെ പവർ, എന്തിനുള്ള പവർ? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള പവറുമായിട്ട് ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ഇത്, ആർട്ടിക്കിൾ 368. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പന്നാലാൽ ഘോഷ് ഈസ് റിലേറ്റഡ് ടു വിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്? പന്നാലാൽ ഘോഷ് എന്ന് പറയുന്നത് ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുമായി റിലേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്? ഫ്ലൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ആര്? പന്നാലാൽ ഘോഷ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മെനി ഡെലിഗേറ്റ്സ് അറ്റൻഡഡ് ദ ഫസ്റ്റ് സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? നമ്മുടെ INCയിലെ ഫസ്റ്റ് സെഷനിൽ എത്ര കോൺഗ്രസ്സിലെ വ്യക്തികൾ ഉണ്ടായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര കോൺഗ്രസ്സിലെ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര ആളുകളുണ്ടായിരുന്നു? 72 ആളുകളുണ്ടായിരുന്നു. 72 ആളുകളായിരുന്നു ആദ്യത്തെ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നത്. ആദ്യത്തെ സെഷൻ എപ്പോഴായിരുന്നു? 1885 എവിടെ വെച്ചായിരുന്നു? ബോംബെയിൽ വെച്ചായിരുന്നു അല്ലേ? ബോംബെയിൽ വെച്ചിട്ടായിരുന്നു ആദ്യത്തെ സെഷൻ അല്ലേ? നമ്മുടെ ബോംബെയിൽ വെച്ചിട്ടായിരുന്നു ആദ്യത്തെ സെഷൻ. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ INCയുടെ ഫൗണ്ടർ ആരാണ്? INCയുടെ ഫൗണ്ടർ ആരാണ്? AO ഹ്യൂമാണ് അല്ലേ? INCയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് AO ഹ്യൂമാണ്. അപ്പോൾ INCയുടെ ആദ്യത്തെ സെഷനിലെ പ്രസിഡൻ്റ് ആരായിരുന്നു? INCയുടെ ആദ്യത്തെ സെഷനിലെ പ്രസിഡൻ്റ് ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു അല്ലേ? വോമേഷ് ചന്ദ്ര ബാനർജി അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? നമ്മുടെ INCയുടെ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? 1885 എവിടെ വെച്ചാണ്? ബോംബെയിൽ വെച്ചിട്ടാണ്. അതിൽ എത്ര ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു? 72 ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിൻ്റെ പ്രസിഡൻ്റ് ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു. വോമേഷ് ചന്ദ്ര ബാനർജി ആയിരുന്നു. നമ്മുടെ INCയുടെ ഫൗണ്ടർ ആരാണ്? AO ഹ്യൂമാണ്. നമ്മുടെ INCയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് AO ഹ്യൂമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ INCയുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ 1929 ലാഹോർ സെഷൻ അല്ലേ? 1929 ലാഹോർ സെഷൻ ആരായിരുന്നു? 1929 ലാഹോർ സെഷൻ നെഹ്റു ആയിരുന്നു അല്ലേ? നെഹ്റു ആയിരുന്നു 1929 ലാഹോർ സെഷൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതിലാണ് നമ്മൾ എന്താവശ്യപ്പെട്ടത്? 1929 ലാഹോർ സെഷനിലാണ് നമ്മൾ എന്താ ആവശ്യപ്പെട്ടത്? പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടത് അല്ലേ? 1929 ലാഹോർ സെഷൻ, നെഹ്റുവിൻ്റെ ലാഹോർ സെഷനിലാണ് നമ്മൾ എന്താവശ്യപ്പെട്ടത്? പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ നമുക്ക് വേറെയും ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അല്ലേ? വേറെ എന്തൊക്കെയാണ് ചോദിക്കാൻ സാധ്യത നമ്മുടെ INCയുമായി ബന്ധപ്പെട്ടിട്ട്? INCയിലെ ഫസ്റ്റ് ഫീമെയിൽ ആരാണ്? ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡൻ്റ് ആരാണ്? ആനി ബസന്ത് ആണ് അല്ലേ? ആനി ബസന്ത് ആണ് അല്ലേ? ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡൻ്റ് ഓഫ് INC എന്ന് പറയുന്നത് ആരാണ്? ആനി ബസന്ത് ആണ്. എപ്പോഴായിരുന്നു? 1917 അല്ലേ? 1917 അല്ലേ? 1917 ആനി ബസന്ത് ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡൻ്റ് ഓഫ് INC എന്ന് പറയുന്നത് ആനി ബസന്ത് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ പ്രസിഡൻ്റ് ആരായിരിക്കും? ഫസ്റ്റ് ഇന്ത്യൻ പ്രസിഡൻ്റ് ആരായിരിക്കും? ഓക്കെ, എഴുതാൻ സ്ഥലമില്ല, നിങ്ങൾ കേട്ടാൽ മതി. ഫസ്റ്റ് ഇന്ത്യൻ പ്രസിഡൻ്റ് ആരാണ്? സരോജിനി നായിഡു ആണ് അല്ലേ? ഫസ്റ്റ് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് INCയുടെ ഫസ്റ്റ് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് സരോജിനി നായിഡു ആണ്. അപ്പോൾ സരോജിനി നായിഡുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ആദ്യത്തെ വുമൺ ഗവർണറാണ് അല്ലേ? ആദ്യത്തെ ഇന്ത്യൻ വുമൺ ഗവർണറാണ് ആര്? സരോജിനി നായിഡു. ഏത് സ്ഥലത്തെ ഗവർണറായിരുന്നു? ഉത്തർപ്രദേശിലെ ഗവർണറായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് INCയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഇനിയും ഉണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയെങ്കിലും നമ്മൾ മിനിമം അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹംപി ദ ക്യാപിറ്റൽ ഓഫ് വിജയനഗര ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ്. നമുക്കറിയാം അല്ലേ? വിജയനഗര എംപയർ നമുക്കറിയാലോ. അതിൻ്റെ ക്യാപിറ്റലാണ് എവിടെ? ഹംപി അല്ലേ? വിജയനഗര എംപയറിൻ്റെ ക്യാപിറ്റലാണ് ഹംപി. വിജയനഗര എംപയറിൻ്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്? സോറി
ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്? വിജയനഗര എംപയറിൻ്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്? ഹരിഹർ അല്ലേ, ഹരിഹർ ആൻഡ് ആരാണ്? ബുക്ക അല്ലേ, ഹരിഹർ ആൻഡ് ബുക്കയാണ് എന്തിൻ്റെ ഫൗണ്ടേഴ്സ്? വിജയനഗര എംപയറിൻ്റെ ഫൗണ്ടേഴ്സ്. ആ വിജയനഗര എംപയറിൻ്റെ ക്യാപിറ്റലാണ് എവിടെ? ഹംപി. ആ ഹംപി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? കർണാടകയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? വിജയനഗര എംപയർ ഉണ്ട്, അതിൻ്റെ ക്യാപിറ്റൽ ഹംപിയാണ്, അതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ഹരിഹർ ആൻഡ് ബുക്കയാണ്. ഈ ഹംപി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? കർണാടകയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ മോട്ടോ ഓഫ് സെൻസസ് 2011? നമുക്കറിയാം നമ്മുടെ സെൻസസ് 2011ൻ്റെ മോട്ടോ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സെൻസസ് 2011ൻ്റെ മോട്ടോ എന്താണ്? അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. അപ്പം നമ്മുടെ 2011ൻ്റെ സെൻസസിൻ്റെ മോട്ടോ എന്താണ്? അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ആസ് ന്യൂ ഇയർ ഇൻ ആന്ധ്രാപ്രദേശ്? ആന്ധ്രാപ്രദേശിൽ ന്യൂ ഇയർ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ ന്യൂ ഇയർ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണ്? ഉഗാഡി. ഉഗാഡിയാണ് ആന്ധ്രാപ്രദേശിൽ ന്യൂ ഇയർ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഷ്യൻ ഈസ് എസ് ഷേപ്ഡ്? എസ് ഷേപ്ഡ് ആയിട്ടുള്ള ഓഷ്യൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എസ് ഷേപ്ഡ് ആയിട്ടുള്ള ഓഷ്യൻ ഏതാണ്? അറ്റ്ലാന്റിക് ഓഷ്യൻ. എസ് ഷേപ്ഡ് ആയിട്ടുള്ള ഓഷ്യൻ എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റേറ്റ് ഡോമിനേറ്റഡ് ദ മെഡൽ ടാലി അറ്റ് ദ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2023? ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2023ൽ ഏത് സ്റ്റേറ്റാണ് ടോപ്പായിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് സ്റ്റേറ്റാണ്? ഹരിയാനയാണ് ടോപ്പായിരിക്കുന്നത്. ഖേലോ ഇന്ത്യൻ പാരാ ഗെയിംസിൽ ഏത് സ്റ്റേറ്റാണ് ടോപ്പായിരിക്കുന്നത്? ഹരിയാനയാണ് ടോപ്പായിരിക്കുന്നത്. ഖേലോ ഇന്ത്യൻ പാരാ ഗെയിംസ് എവിടെ വെച്ചാണ് നടന്നത്? ന്യൂഡൽഹി അല്ലേ, ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഖേലോ ഇന്ത്യൻ പാരാ ഗെയിംസ് 2023 നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. ഏത് സ്റ്റേറ്റാണ് ടോപ്പായിരിക്കുന്നത്? ഹരിയാനയാണ് ടോപ്പായിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്രിക്കറ്റ് വേൾഡ് കപ്പ് 1983 വാസ് ഹെൽഡ് ഇൻ വിച്ച് പ്ലേസ്? നമ്മുടെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് 1983 ഏത് പ്ലേസിലാണ് നടന്നിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 1983ലെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഏത് സ്റ്റേറ്റിലാണ് നടന്നിട്ടുള്ളത്? ഇംഗ്ലണ്ടിലാണ് 1983ലെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് സിഖ് റിലീജിയൻ? സിഖ് റിലീജിയൻ്റെ ഫൗണ്ടർ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സിഖ് റിലീജിയൻ്റെ ഫൗണ്ടർ ആരാണ്? സിഖ് റിലീജിയൻ്റെ ഫൗണ്ടറാണ് ഗുരുനാനാക്ക്. ഗുരുനാനാക്കാണ് സിഖ് റിലീജിയൻ്റെ ഫൗണ്ടർ. അദ്ദേഹമാണ് ഫസ്റ്റ് സിഖ് ഗുരു. അല്ലേ, ഫസ്റ്റ് സിഖ് ഗുരു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സിഖ് ഗുരുസിനെ പറയൂ. ഫോർത്ത് സിഖ് ഗുരു ആരാണ്? ഫോർത്ത് സിഖ് ഗുരു ആരാണ്? ഗുരു രാംദാസ് ആണ് അല്ലേ, ഗുരു രാംദാസ് അല്ലേ. അടുത്തത് പറയൂ. ഫിഫ്ത്ത് സിഖ് ഗുരു ആരാണ്? ഫിഫ്ത്ത് സിഖ് ഗുരു ആരാണ്? അർജൻ ദേവ് ആണ് അല്ലേ, അർജൻ ദേവ് ആണ്. 10th സിഖ് ഗുരു ആരാണ്? 10th സിഖ് ഗുരു ആരാണ്? ഗുരു ഗോബിന്ദ് സിംഗ് ആണ് അല്ലേ, ഗുരു ഗോബിന്ദ് സിംഗ് ആണ്. ഇനിയും സിഖ് ഗുരൂസ് ഉണ്ടല്ലേ, നമുക്ക് 10 സിഖ് ഗുരൂസ് ഉണ്ട്. എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പേരെ എഴുതിയതേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ സിഖ് ഗുരു എന്ന് പറയുന്നത് ഗുരു നാനാക്കാണ്, 4ാമത്തെ ഗുരു രാംദാസ് ആണ്, 5ാമത്തെ അർജൻ ദേവ് ആണ്, 10ാമത്തെ ഗുരു ഗോബിന്ദ് സിംഗ് ആണ്. എല്ലാവരെയും പഠിച്ചു വെക്കണം. ഇത്രയും പേരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളതായതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിൽവർ റവല്യൂഷൻ ഇസ് റിലേറ്റഡ് ടു ഡാഷ്. സിൽവർ റവല്യൂഷൻ എന്ന് പറയുന്നത് എന്തുമായി റിലേറ്റഡ് ആണ്? സിൽവർ റവല്യൂഷൻ എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? എഗ്ഗുമായിട്ട് റിലേറ്റഡ് ആണ്. എഗ്ഗുമായി റിലേറ്റഡ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിൽവർ റവല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് വിൽ ഹോസ്റ്റ് ദ 37th എഡിഷൻ ഓഫ് ദ നാഷണൽ ഗെയിംസ് ഇൻ ഒക്ടോബർ 2023? ഒക്ടോബർ 2023 ഏത് സ്റ്റേറ്റാണ് 37ാമത്
നാഷണൽ ഗെയിംസ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് സ്റ്റേറ്റ് ആണ് ഹോസ്റ്റ് ചെയ്യുന്നത്? ഗോവയാണ്. 37ാമത്തെ എന്ത് ഹോസ്റ്റ് ചെയ്യുന്നത്? നാഷണൽ ഗെയിംസ് ഹോസ്റ്റ് ചെയ്തത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. When was the MGNREGA? MGNREGA എന്താണ്? എം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി നാഷണൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. അപ്പോൾ MGNREGA എന്താണ്? മഹാത്മാഗാന്ധി നാഷണൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിൻ്റെ സ്കീം എപ്പോഴാണ് പാസ് ചെയ്തത് എന്നാണ് ചോദ്യം. അപ്പോൾ പറഞ്ഞേ, മഹാത്മാഗാന്ധി നാഷണൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിൻ്റെ സ്കീം എപ്പോഴാണ് പാസ് ചെയ്തത്? 2005. MGNREGA സ്കീം പാസ് ആയത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. In which year was the Mudra Yojana for providing loan up to 10 lakh started? എപ്പോഴാണ്, ഏത് വർഷമാണ് മുദ്രാ യോജന? മുദ്രാ യോജന എന്തിനാണ്? മുദ്രാ യോജന ലോൺ കൊടുക്കാനാണ്. എത്ര വരെ ലോൺ കൊടുക്കും? 10 ലക്ഷം വരെ ലോൺ കൊടുക്കുന്ന മുദ്രാ യോജന ഏത് വർഷമാണ് സ്റ്റാർട്ടായത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് വർഷമാണ് സ്റ്റാർട്ടായത്? 2015. In which year was the Mudra Yojana for providing loan up to 10 lakhs started എന്ന് ചോദിക്കുകയാണെങ്കിൽ 2015 മുദ്രാ യോജന സ്റ്റാർട്ടായത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. How many states of the Indian Union share the boundary with Bangladesh? ബംഗ്ലാദേശ് നമുക്കറിയാം നമ്മുടെ നൈബറിങ് കൺട്രിയാണ്. അപ്പോൾ നമ്മുടെ നൈബറിങ് കൺട്രി ആയതുകൊണ്ട് തന്നെ എത്ര സ്റ്റേറ്റ്സ് അതിൻ്റെ ബൗണ്ടറി ബംഗ്ലാദേശുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എന്നാണ് ചോദ്യം. എത്ര സ്റ്റേറ്റ്സ് ഷെയർ ചെയ്യുന്നുണ്ട്? 5 സ്റ്റേറ്റ്സ്. 5 സ്റ്റേറ്റ്സ് അതിൻ്റെ ബൗണ്ടറി ബംഗ്ലാദേശുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ബുദ്ധ പ്രീച്ച്ഡ് ഇൻ വിച്ച് ലാംഗ്വേജ്? ബുദ്ധ ആളുകളെ അഭിസംബോധന ചെയ്തത് അല്ലെങ്കിൽ പ്രസംഗങ്ങളൊക്കെ ഏത് ലാംഗ്വേജിലായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ബുദ്ധ ഏത് ലാംഗ്വേജിലാണ് പ്രീച്ച് ചെയ്തത്? പാലി ലാംഗ്വേജ്. ബുദ്ധ പാലി ലാംഗ്വേജിലാണ് ആളുകളെ അഭിസംബോധന ചെയ്തത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്പീച്ചൊക്കെ ഏത് ലാംഗ്വേജിലായിരുന്നു? പാലി ലാംഗ്വേജിലാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രീശൈലം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഈസ് ബിൽഡ് ഓൺ വിച്ച് റിവർ? അതായത് ശ്രീശൈലം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഏത് റിവറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ശ്രീശൈലം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഏത് നദിയിലാണ് വരുന്നത്? കൃഷ്ണ റിവർ അല്ലേ? കൃഷ്ണ റിവറിലാണ് വരുന്നത്. അത് ഏത് സ്റ്റേറ്റിലാണെന്ന് പറയൂ. ഏത് സ്റ്റേറ്റിലാ? ആന്ധ്രാപ്രദേശ് അല്ലേ? അപ്പോൾ എന്താണ് പഠിച്ചത്? ശ്രീശൈലം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുന്നത് കൃഷ്ണ റിവറിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഏത് സ്റ്റേറ്റിലാണ്? ആന്ധ്രാപ്രദേശിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബൊണാലു ഫെസ്റ്റിവൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്റ്റേറ്റ്? ബൊണാലു ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിലെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ബൊണാലു ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിലെയാണ്? തെലങ്കാന. ബൊണാലു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് തെലങ്കാനയിലെ ഫെസ്റ്റിവലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. The length of the playing surface for table tennis is dash. അതായത് ടേബിൾ ടെന്നീസിൻ്റെ പ്ലേയിങ് സർഫേസ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ടേബിൾ ടെന്നീസിൻ്റെ പ്ലേയിങ് സർഫേസ് എത്രയാണ്? ടേബിൾ ടെന്നീസിൻ്റെ പ്ലേയിങ് സർഫേസ് ആണ് 2.74 മീറ്റർ. ടേബിൾ ടെന്നീസിൻ്റെ പ്ലേയിങ് സർഫേസ് എത്രയാണ്? 2.74 മീറ്റർ ലെങ്ത് ആണ്. ശ്രദ്ധിക്കണം, ലെങ്ത് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. The second battle of Panipat was fought between dash and dash. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ആരൊക്കെ തമ്മിലായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ആരൊക്കെ തമ്മിലായിരുന്നു സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്? അക്ബറും ഹെമുവും തമ്മിലായിരുന്നു അല്ലേ? അക്ബറും ഹെമുവും തമ്മിലായിരുന്നു സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. എപ്പോഴായിരുന്നു സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്?
56-ലായിരുന്നു അല്ലേ? 1556-ലാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. അപ്പോൾ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എപ്പോഴാണെന്ന് പറയൂ? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഫിഫ്റ്റീൻ 26-ലാണ് അല്ലേ? 1526-ലാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ആരൊക്കെ തമ്മിലായിരുന്നു? ബാബറും ആൻഡ് ഇബ്രാഹിം ലോധിയുമാണ് അല്ലേ? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എപ്പോഴാണ്? 1526-ലാണ്. ആരൊക്കെ തമ്മിലായിരുന്നു? ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലാണ്. അപ്പോൾ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എപ്പോഴാണ്? നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വാസ് ഫോർട്ട് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ്. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ആരൊക്കെ തമ്മിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ആരൊക്കെ തമ്മിലാണ്? അക്ബറും ഹെമുവും തമ്മിലാണ്. അപ്പോൾ എപ്പോഴായിരുന്നു സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്? സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1556-ൽ അക്ബറും ഹെമുവും തമ്മിലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എപ്പോഴാണ്? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എപ്പോഴാണ്? 1526-ലാണ്. ആരൊക്കെ തമ്മിലാണ്? ബാബറും ആൻഡ് ഇബ്രാഹിം ലോധിയും. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എപ്പോഴാണ്? 1526-ലാണ്. ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലാണ്. അപ്പോൾ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എപ്പോഴാണ്? 1761-ലാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ആരൊക്കെ തമ്മിലാണ്? മറാത്ത എംപയർ ആൻഡ് അഫ്ഗാൻ റൂളേഴ്സ് അല്ലേ? അഫ്ഗാൻ സുൽത്താൻസ് അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് പഠിച്ചു. 1526-ലാണ്. ആരൊക്കെ തമ്മിലാണ്? ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലാണ്. രണ്ടാമത് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്താണ്. 1556-ലാണ്. അക്ബറും ഹെമുവും തമ്മിലാണ്. തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1761-ലാണ്. മറാത്ത എംപയറും അഫ്ഗാൻ സുൽത്താൻസും കൂടെയാണ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ എമൗണ്ട് ഓഫ് സൗണ്ട് എനർജി പാസിംഗ് ഈച്ച് സെക്കൻഡ് ത്രൂ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് ദ ഡാഷ് ഓഫ് സൗണ്ട്. അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടെ ഓരോ സെക്കൻഡിലും എന്ത് പോകുന്നുണ്ട്? എമൗണ്ട് ഓഫ് സൗണ്ട് എനർജി പോകുന്നുണ്ട്. അപ്പോൾ അതിനെ പറയുന്ന പേരെന്താണ്? അല്ലെങ്കിൽ അതിനെ സൗണ്ടിൻ്റെ എന്തായിട്ടാണ് നമ്മൾ പറയുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായിട്ടാണ് പറയുക? ഇൻറ്റൻസിറ്റി ആയിട്ടാണ് പറയുക. അപ്പോൾ ഒരു യൂണിറ്റ് ഏരിയയിലൂടെ ഓരോ സെക്കൻഡിലും എന്ത് പോകുന്നുണ്ട്? ഒരു എമൗണ്ട് ഓഫ് സൗണ്ട് എനർജി പാസ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Which article of the Indian Constitution deals with the process of impeachment of the president? പ്രസിഡന്റിൻ്റെ ഇംപീച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. പ്രസിഡന്റിൻ്റെ ഇംപീച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? 61 ആണ്. 61 ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡന്റ്. അപ്പോൾ 60 എന്താന്ന് പറയൂ? 60 ഓത്താണല്ലേ? ഓത്ത് ഓഫ് പ്രസിഡന്റ്. അപ്പോൾ 61 എന്ന് പറയുന്നത് ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡന്റും 60 എന്ന് പറയുന്നത് എന്താണ്? ഓത്ത് ഓഫ് ദ പ്രസിഡന്റും. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ് ഹോൾഡ്സ് സെക്കൻഡ് റാങ്ക് ആഫ്റ്റർ കേരള ഇൻ ഫീമെയിൽ ലിറ്ററസി ആസ് പെർ 2011 സെൻസസ്? 2011 സെൻസസ് പ്രകാരം ആർക്കാണ് ഫസ്റ്റ് റാങ്ക് ഉള്ളത്? ഫീമെയിൽ ലിറ്ററസിയിലെ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ആർക്കാണ്? നമുക്കറിയാം കേരളത്തിനാണ് അല്ലേ? കേരളത്തിനാണ്. അപ്പോൾ സെക്കൻഡ് റാങ്ക് ആർക്കാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് റാങ്ക് ആർക്കാണ്? മിസോറാം അല്ലേ? മിസോറാമിനാണ് സെക്കൻഡ് പ്ലേസ്. അപ്പോൾ ഫീമെയിൽ ലിറ്ററസിയിലെ ടോപ്പ് പൊസിഷനിൽ വരുന്നത് കേരളവും രണ്ടാമത്തെ പൊസിഷനിൽ വരുന്നത് ആരാണ്?
മിസോറാമുമാണ്. ഏത് സെൻസസ് പ്രകാരമാണ്? 2011 സെൻസസ് പ്രകാരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ അഡ്മിറൽസ് കപ്പ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. അഡ്മിറൽസ് കപ്പ് എന്തുമായി റിലേറ്റ് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അഡ്മിറൽസ് കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സെയിലിംഗ്. അഡ്മിറൽ കപ്സ് എന്ന് പറയുന്നത് സെയിലിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 51A ഡിസ്കസസ് അബൌട്ട് ഡാഷ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ആർട്ടിക്കിൾ 51A എന്ന് പറയുന്നത് നമുക്കറിയാം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായി റിലേറ്റ് ചെയ്യുന്നതാണ്. എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലേ? 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 51A സംസാരിക്കുന്നത്. ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏത് പാർട്ടിലാണ് വരുന്നത്? പാർട്ട് 4A അല്ലേ? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ ആർട്ടിക്കിൾ 51Aയും പാർട്ട് 4Aയും രണ്ടും എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഇയർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI വാസ് എസ്റ്റാബ്ലിഷ്ഡ്? RBI എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. RBI എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്? 1935. 1935 RBI എസ്റ്റാബ്ലിഷ് ചെയ്തത്. RBIയിലെ ഫസ്റ്റ് ഗവർണർ ആരാണ്? ഫസ്റ്റ് ഗവർണർ ആരാണെന്ന് പറയൂ. ഓസ്ബോൺ സ്മിത്ത് ആണല്ലേ? ഓസ്ബോൺ സ്മിത്ത് ആണ് ഫസ്റ്റ് ഗവർണർ. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ആരാണ്? ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ആരാണ്? CD ദേശ്മുഖ്. CD ദേശ്മുഖ് ആണ് ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ. നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? റിസർവ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1935 ഫസ്റ്റ് ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ്. ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ CD ദേശ്മുഖ് ആണ്. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പീരീഡ് 2007 to 2012 വാസ് അസോസിയേറ്റഡ് വിത്ത് ദ ഡാഷ് പ്ലാൻ. 2007 തൊട്ട് 2017 വരെ ഏത് 5 ഇയർ പ്ലാൻ ആയിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്? 11ാമത്തെ 5 ഇയർ പ്ലാൻ ആയിരുന്നു നടക്കുന്നുണ്ടായിരുന്നത് അല്ലേ? 2007 തൊട്ട് 2012 വരെ 11ാമത്തെ 5 ഇയർ പ്ലാൻ ആണ് നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ 5 ഇയർ പ്ലാൻ എപ്പോഴാണ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ആയത്? പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ആയത് 1950 നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എപ്പോഴാണ്? 1951 തൊട്ട് 56 വരെയാണ്. ആരായിരുന്നു 5 ഇയർ പ്ലാൻ്റെ ചെയർമാൻ? നെഹ്റു ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു? 2007 തൊട്ട് 2012 വരെ നടന്നത് ഏത് 5 ഇയർ പ്ലാൻ ആണ്? 11th 5 ഇയർ പ്ലാൻ ആണ്. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1950 നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ 1951 തൊട്ട് 56 വരെയാണ്. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ 5 ഇയർ പ്ലാൻ ബോറോ ചെയ്തത്? 5 ഇയർ പ്ലാൻ ബോറോ ചെയ്തത് റഷ്യയിൽ നിന്നായിരുന്നു അല്ലേ? USSR റഷ്യയിൽ നിന്നായിരുന്നു നമ്മൾ ബോറോ ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലീല സാംസൺ ഈസ് അസോസിയേറ്റഡ് ടു വിച്ച് ക്ലാസിക്കൽ ഡാൻസ് സ്റ്റൈൽ? ലീല സാംസൺ എന്ന് പറയുന്നത് ഏത് ക്ലാസിക്കൽ ഡാൻസ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ലീല സാംസൺ എന്ന് പറയുന്നത് ഏത് ക്ലാസിക്കൽ ഡാൻസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഭരതനാട്യം. ഭരതനാട്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ലീല സാംസൺ. ഭരതനാട്യം ഏത് സ്റ്റേറ്റിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്? തമിഴ്നാടുവിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബൈജു ധർമ്മരാജൻ ഈസ് ഫേമസ് ഫോർ വിച്ച് ഓഫ് ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്? ബൈജു ധർമ്മരാജൻ എന്ന് പറയുന്നത് ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്നാണ് ക്വസ്റ്റ്യൻ. ബൈജു ധർമ്മരാജൻ എന്ന് പറയുന്നത് ഗിറ്റാറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ബൈജു ധർമ്മരാജൻ ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്? ഗിറ്റാറുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.